എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായ ഈ എപ്പിസോഡിൽ ഇന്ത്യയിലെ മികച്ച 10 മോണോപോളി സ്റ്റോക്കുകളുടെ ബാക്കിയുള്ള 5 സ്റ്റോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മികച്ച മോണോപോളി സ്റ്റോക്കുകളുടെ ഈ ലിസ്റ്റിൽ 6ാമതായി ക്യാംസ് ആണ്. ഈ കമ്പനിയെക്കുറിച്ചും നമ്മൾ മുൻപ് വളരെ വിശദമായി വീഡിയോ ചെയ്തിരുന്നെങ്കിലും ഒന്നുകൂടി ചുരുക്കി വിവരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ടുകളുടെ രജിസ്ട്രാറും ട്രാൻസ്ഫർ ഏജന്റുമാണ് കമ്പനി. മ്യൂച്വൽ ഫണ്ടിന്റെ ശരാശരി ആസ്തി മാനേജ്മെന്റ് അഥവാ AUMന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 70% മൊത്തം വിപണി വിഹിതമുണ്ട്. ക്യാംസ് നൽകുന്ന വൈവിധ്യമാർന്ന സേവനങ്ങൾ അതിന്റെ ക്ലയന്റുകളുടെ വിപണി വിഹിതം വികസിപ്പിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ആവാസ വ്യവസ്ഥയിൽ അതിന്റെ നിർണായക പങ്ക് തെളിയിക്കുന്ന ഈ വ്യവസായ പ്രമുഖൻ മ്യൂച്വൽ ഫണ്ട് സേവനങ്ങളിൽ നിന്നാണ് ഏകദേശം 90% വരുമാനവും നേടുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾക്കായുള്ള രജിസ്ട്രാർ, ട്രാൻസ്ഫർ ഏജന്റ് സേവനങ്ങൾ, ഇലക്ട്രോണിക് പേയ്മെന്റ് കളക്ഷൻ, ഇൻഷുറൻസ് റിപ്പോസിറ്ററി സേവനങ്ങൾ, KYC രജിസ്ട്രേഷൻ തുടങ്ങിയ വിവിധ സാങ്കേതിക വിദ്യാധിഷ്ഠിത സേവനങ്ങൾ ക്യാംസ് വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സോഫ്റ്റ്വെയർ പരിഹാരങ്ങളും IT പിന്തുണയും അവർ നൽകുന്നു. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ മൊത്തം വരുമാനത്തിന്റെ 20%ആയി നോൺ മ്യൂച്വൽ ഫണ്ട് സെഗ്മെന്റിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ ക്യാംസ് പദ്ധതിയിടുന്നു. ഇൻഷുറൻസ് റിപ്പോസിറ്ററികളിലും ഡിജിറ്റൽ പേയ്മെന്റുകളിലും കമ്പനി അതിന്റെ സേവനങ്ങൾ വികസിപ്പിക്കുകയാണ്. ഈ സ്റ്റോക്കിന്റെ പ്രകടനം നോക്കാം. 2020 ലിസ്റ്റ് ചെയ്ത ക്യാംസ് ഇതുവരെയായി ഏകദേശം 176%-നടുത്ത് റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം 20%-നടുത്ത് ലാഭമാണ് കൊടുത്തത്. നിലവിൽ അതിന്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 5368 രൂപയിൽ നിന്നും ഏകദേശം 32%-ഓളം താഴ്ന്ന് 3683 രൂപയ്ക്കടുത്താണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ ലിസ്റ്റിൽ 7ാമതായി CDSL ആണ്. CDSLനെ കുറിച്ചും നമ്മൾ വളരെ വിശദമായി മുൻപ് വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏക ഡിപ്പോസിറ്ററിയും മൂലധന വിപണിയിലെ ഘടനാപരമായ വളർച്ചയുടെ പ്രധാന ഗുണഭോക്താവുമാണ് സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് അഥവാ CDSL. ഇന്ത്യൻ ഡിപ്പോസിറ്ററി ബിസിനസ്സിൽ CDSLന് ഏകദേശം 59% മാർക്കറ്റ് ഷെയർ ആണുള്ളത്. ഒരേ വിപണിയിലെ മുഖ്യ എതിരാളിയായ NSDL സമാനമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ NSDLന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും CDSL ഇപ്പോഴും മാർക്കറ്റിൽ ശക്തമായ സ്ഥാനത്തോടെ ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നു. CDSLും NSDLും സെക്യൂരിറ്റികൾ കൈവശം വയ്ക്കുന്നതിനും തീർപ്പാക്കുന്നതിനുമുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററികളാണ്. ആനുവൽ ഇഷ്യൂവർ ചാർജുകൾ, ട്രാൻസാക്ഷൻ ചാർജുകൾ, IPO കോർപ്പറേറ്റ് ആക്ടിവിറ്റി ചാർജുകൾ, ഓൺലൈൻ ഡേറ്റ ചാർജുകൾ എന്നിവയിൽ നിന്നും മറ്റ് സേവനങ്ങളിൽ നിന്നും കമ്പനി വരുമാനം നേടുന്നു. വിപുലമായ നെറ്റ്വർക്ക്, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് തുടങ്ങിയ മുൻഗണനകളിലൂടെ കമ്പനി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് ഫിൻടെക് മെഗാട്രെൻഡ് ശക്തി പകരുന്നു. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾക്കായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമായ നാഷണൽ അക്കാദമി ഡിപ്പോസിറ്ററിയുടെ വിപുലീകരണം മൂലം കമ്പനി മുന്നോട്ട് മികച്ച വളർച്ച നേടുമെന്ന് കരുതുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റോക്ക് 986% എന്ന മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 28%-ഓളം റിട്ടേൺ കൊടുത്ത CDSL നിലവിൽ അതിന്റെ ഉയർന്ന വിലയായ 1990 രൂപയ്ക്കടുത്ത് നിന്നും ഏകദേശം 40%-ഓളം താഴ്ന്ന് 1200 രൂപയ്ക്കടുത്താണ് ഇപ്പോൾ. ഈ മികച്ച മോണോപോളി സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ 8ാമതായി സിൻജീൻ ഇന്റർനാഷണൽ ആണ്. ഇന്ത്യയിലെ ഒരു മുൻനിര കരാർ ഗവേഷണ നിർമ്മാണ സേവന സ്ഥാപനമാണ് സിൻജീൻ ഇന്റർനാഷണൽ. ഗവേഷണത്തിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ച കമ്പനി ക്രമേണ വികസന സേവനങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് വ്യവസായത്തിലെ സാന്നിധ്യം ഉറപ്പിച്ചു. മരുന്നുകളുടെ കണ്ടെത്തലിലും വികസന മൂല്യ ശൃംഖലയിലും സമഗ്രമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സിൻജീൻ ഇന്ത്യയിലെ കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് സർവീസസ് അഥവാ ക്രാംസ് മേഖലയിൽ 50% വിപണി വിഹിതം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫാർമസ്യൂട്ടിക്കൽ ഇന്നോവേറ്റർമാരെ സഹായിക്കുന്ന ഔഷധ രസതന്ത്രത്തിലും ജീവശാസ്ത്ര ഗവേഷണത്തിലും ഇത് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. സുസ്ഥിരമായ വിപണി സ്ഥാനത്തോടെ ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരായ 15 കമ്പനികളിൽ
13 ഉൾപ്പെടെ 400-ലധികം കമ്പനികളുടെ ക്ലയന്റ് അടിത്തറയാണ് സിൻജിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഉയർന്ന വിലയായ 960 രൂപയ്ക്കടുത്ത് നിന്നും ഏകദേശം 24% കൂടുതൽ താഴ്ന്ന് 725 രൂപയ്ക്കടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റോക്ക് 160% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്റ്റോക്ക് റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഭാവിയിൽ ഈ കമ്പനിക്ക് മികച്ച വളർച്ചാ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഈ ലിസ്റ്റിൽ 9-ാമതായി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അഥവാ IEX ആണ്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യയിലെ വൈദ്യുതി വിപണിയിലെ ഒരു പ്രധാന കമ്പനിയാണ്. ഇത് വൈദ്യുതി വ്യാപാരം സുഗമമാക്കുന്നു. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അധിഷ്ഠിത പവർ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആണിത്. ഹ്രസ്വകാല വൈദ്യുതി കരാറുകളുടെ ഒരു പ്രധാന ഭാഗം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കൈകാര്യം ചെയ്യുന്നു. ഏകദേശം 70% ഇടപാടുകളും ഡേ എഹെഡ് മാർക്കറ്റ് അഥവാ DAM, റിയൽ ടൈം മാർക്കറ്റ് അഥവാ RTM പോലുള്ള കൂട്ടായ ഇടപാടുകൾ വഴിയാണ് നടക്കുന്നത്. ഇന്ത്യക്ക് പുറത്തേക്ക് തങ്ങളുടെ വിപണി വ്യാപ്തി വികസിപ്പിക്കുന്നതിനായി IEX ക്രോസ് ബോർഡർ വൈദ്യുതി വ്യാപാരം കൂടി അവതരിപ്പിച്ചിരുന്നു. ലോഹം, ഭക്ഷ്യ സംസ്കരണം, IT, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 4800-ൽ കൂടുതൽ വാണിജ്യ വ്യാവസായിക ഉപഭോക്താക്കളാണ് IEXന്റെ ശക്തി. മുന്നോട്ടു പോകുമ്പോൾ കമ്പനി അതിൻ്റെ ഉൽപ്പന്ന ഓഫറുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വലിയൊരു കുതിപ്പിന് ശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിക്ഷേപകർക്ക് കാര്യമായ സംഭാവന നൽകിയിട്ടില്ലെങ്കിലും ഭാവിയിലേക്ക് ഈ ഓഹരി ഒരു മുതൽക്കൂട്ടാവുമെന്ന് കണക്കുകൂട്ടുന്നു. നിലവിൽ അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 245 രൂപയ്ക്കടുത്ത് നിന്നും ഏകദേശം 27% കൂടുതൽ ഇടിഞ്ഞ് 178 രൂപയ്ക്കടുത്താണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം 23%-നടുത്ത് ലാഭമാണ് IEX കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിൽ 270% എന്ന മികച്ച ലാഭം ഈ ഓഹരി നൽകിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 10-ാമതായി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ കാർഗോ കാരിയർ സേവനങ്ങളിൽ 68% വിപണി വിഹിതവുമായി കമ്പനി ആധിപത്യം പുലർത്തുന്നു. കണ്ടെയ്നറുകളുടെ റെയിൽ ഗതാഗതത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണിത്. രാജ്യത്ത് കാർഗോ ഗതാഗതം കണ്ടെയ്നറൈസ് ചെയ്യുന്നതിനായി 1966-ൽ ഇത് സ്ഥാപിതമായി. കാർഗോ കാരിയറുകൾ, ടെർമിനൽ പ്രവർത്തനങ്ങൾ, വെയർഹൌസ് പ്രവർത്തനങ്ങൾ, MMLP പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ബിസിനസ്സുകൾ. കമ്പനിയുടെ ആധിപത്യം അതിൻ്റെ അസൂയാവഹമായ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജിൽ നിന്നാണ്. 2006 വരെ ഈ വ്യവസായത്തിലെ ഏക കമ്പനിയായി കോൺകോർ പ്രവർത്തിക്കുകയും സമാനതകളില്ലാത്ത അതുല്യവും കാര്യക്ഷമവുമായ ഒരു ശൃംഖല തന്നെ കെട്ടിപ്പടുക്കുകയും ചെയ്തു. എന്നാൽ 2006 മുതൽ മറ്റു കമ്പനികളും ഈ വ്യവസായത്തിലേക്ക് കടന്നു വന്നത് ഈ മേഖലയിലും മത്സരാന്തരീക്ഷം സൃഷ്ടിച്ചു. എന്നാൽ അവരിൽ ആർക്കും കോൺകോറിന്റെ ശക്തമായ ശൃംഖലയും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുന്നോട്ടു പോകുമ്പോൾ അതിൻ്റെ ആഭ്യന്തര വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ ഈ നവരത്ന കമ്പനി റോഡ് മാർഗമുള്ള FMCG ബിസിനസിൻ്റെ ചരക്കു നീക്കത്തിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുന്നു. സ്റ്റോക്കിൻ്റെ പ്രകടനം നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ 22%-ഓളം നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 1180 രൂപയിൽ നിന്നും ഏകദേശം 40%-ഓളം താഴ്ന്ന് 715 രൂപയ്ക്കടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 25%-ഓളം നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ 84%-നടുത്ത് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോൺകോറിനെ മാറ്റി മറ്റൊരു മികച്ച മോണോപോളി സ്റ്റോക്കായ BSE ലിമിറ്റഡിനെ ഉൾപ്പെടുത്താവുന്നതാണ്. BSEയെക്കുറിച്ച് മുൻപ് വളരെ വിശദമായി ഒരു മുഴുനീള വീഡിയോ തന്നെ ചെയ്തിരുന്നു. കാണാത്തവർക്കായി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും റെക്കമെൻഡേഷനുകളല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇവ പഠനാവശ്യങ്ങൾക്ക് മാത്രമായി കാണുക. ഓഹരി നിക്ഷേപം എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ 10 സ്റ്റോക്കുകളും അതാത് മേഖലയിലെ മോണോപോളി സ്റ്റോക്കുകളാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏതു വ്യവസായത്തിലും മത്സരം മുറുകുന്നു എന്നതാണ് വസ്തുത. അതിനാൽ തന്നെ നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുൻപ് കമ്പനിയുമായി ബന്ധപ്പെട്ട ബിസിനസ് അപ്ഡേറ്റുകളും കമ്പനിയുടെ കോർപ്പറേറ്റ് ഭരണ സംവിധാനങ്ങളും റിസൾട്ടുകളും വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലെത്തുക.
കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.